നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. KJ സേവിയാർ, ഗോപാലകൃഷ്ണൻ നന്ദിലത്ത, രാജൻ വടക്കത്ത, രഘുലാൽ, പുഷ്പലത, അനിൽ, ബെന്നി ജേക്കബ, KJ റോയ് തുടങ്ങിയവർ. വൈറൽ പനിക്ക് ചികിത്സ തേടിയത് 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ. ഈ മാസം എലിപ്പനി സ്ഥിരീകരിച്ചത് 317 പേർക്ക്. 20 മരണം, 21 മരണം കൂടി എലിപ്പനി മൂലമാണെന്ന് സംശയം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പനി ബാധിതരായി ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കുതിക്കുന്നു. മാസ്ക് നിർബന്ധമാക്കി. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ കയ്പമംഗലം 3 പീടിക സ്വദേശിയിൽ നിന്ന് 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേർ അറസ്റ്റിൽ. ആപ്പ് വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകിയാൽ വൻതുക പ്രതിഫലം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത് നിരവധി അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത. ഏതാനും അക്കൗണ്ടുകൾ മരവിപ്പിച്ചു പോലീസ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ എങ്കക്കാട് സബ്സ്റ്റേഷനോടനുബന്ധിച്ച് സ്ഥാപിച്ച ഇ ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മാണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ ഫണ്ട് ദൂർത്തടിച്ചതിൽ CBI അന്വേഷണം നടത്തണമെന്ന DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ. കോൺഗ്രസ് സംഘം പ്രവർത്തന സ്തംഭനം നേരിടുന്ന ചാർജിംഗ് കേന്ദ്രം സന്ദർശിച്ചു. പദ്ധതിയിലെ വൻ അഴിമതിയും കെടുകാര്യസ്ഥതയും പുറം ലോകത്തെ അറിയിച്ചത് V9 ന്യൂസ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന് ആഹ്ലാദ വാർത്ത. നാലോണ നാളിൽ ശക്തന്റെ തട്ടകത്ത് ഇത്തവണയും പുലി ഗർജനമുയരാൻ സാധ്യത. പുലിക്കളി നടത്താൻ തൃശൂർ കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതായി റിപ്പോർട്ട്. അന്തിമ തീരുമാനം കോർപ്പറേഷൻ എടുക്കാമെന്ന സർക്കാർ. കുമ്മാട്ടിക്കൂട്ടവും ആരവം തീർക്കും. വടക്കാഞ്ചേരി പട്ടണ ഹൃദയത്തിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണും കല്ലും മരാവശിഷ്ടങ്ങളും അടുത്തൊന്നും നീക്കം ചെയ്യില്ലെന്നുറപ്പിച്ച അധികൃതർ. വലിയൊരു സാമൂഹിക വിപത്തിനെ പൊതുമരാമത്ത് നിരത്തു വിഭാഗത്തിനൊപ്പം നഗരസഭാ അധികൃതരും കൈയൊഴിഞ്ഞു. സംസ്ഥാന പാതയിൽ നിന്ന് മണ്ണ് നഗരസഭാതിർത്തിയിലേക്ക് തള്ളിമാറ്റിയിട്ട പൊതുമരാമത്ത് നിരത്തു വിഭാഗം. പാതയോരത്ത് അപകട സൂചനാ ബോർഡ് സ്ഥാപിച്ച് കൈകഴുകൽ. പ്രതിഷേധവുമായി കോൺഗ്രസ്. മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച തെരുവ് നായയെ നിരീക്ഷണത്തിലിരിക്കെ കാണാതായി. പേവിഷബാധയുണ്ടോ എന്നറിയാൻ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുന്നതിനിടെയാണ് കാണാതായത്. കൂട്ടിൽ നിന്ന് ചാടിപ്പോയെന്ന് അധികൃതർ. നായ ഡോക്ടറെ ആക്രമിച്ചത് കഴിഞ്ഞ 12-ന്. കുറുമാൽ ഗാഗുൽത്ത ധ്യാന കേന്ദ്രവും AFI മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ത്രിദിന മരിയൻ ഫെസ്റ്റിന് വെള്ളിയാഴ്ച തുടക്കം. ഈ മാസം 25 വരെ കാലത്ത് 9 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് ഫെസ്റ്റ്. സുൽത്താൻ ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് ഉദ്ഘാടനം ചെയ്യും. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP. പാലക്കാട് നിയമസഭ, വയനാട് ലോക്സഭാ സീറ്റുകൾ നിലനിർത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് തികഞ്ഞ ജനദ്രോഹം. ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഫ്രാൻസിസ് ജോർജ്. കഞ്ചാവ് വലിച്ചതിന്റെ പേരിലുള്ള കേസ് നിലനിൽക്കണമെങ്കിൽ മണം മാത്രം പോരെന്നും തെളിവ് വേണമെന്നും ഹൈക്കോടതി. പാലക്കാട് സ്വദേശിയായ 22-കാരന്റെ പേരിൽ മലമ്പുഴ പോലീസ് എടുത്ത കേസ് റദ്ദാക്കി. കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്. വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക ശബ്ദമാകാൻ സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദി. എഴുത്തുകാരുടെ സംഗമവും പുസ്തക പ്രകാശനവും 25-ന്. കവിയും നോവലിസ്റ്റുമായ പ്രൊഫസർ VG തമ്പി ഉദ്ഘാടനം ചെയ്യും. ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള 37 രചയിതാക്കൾ പങ്കെടുക്കും. എഴുത്തുകാർ സ്വന്തം കൃതികൾ സമൂഹത്തിന് പരിചയപ്പെടുത്തും. പുസ്തക പ്രദർശനവും നടക്കും. മഹിളകളുടെ കരുത്തു തെളിയിച്ച തൃശൂരിൽ മഹിളാ കോൺഗ്രസ് സ്പെഷ്യൽ കൺവെൻഷൻ. മഹിളാ നാരീന്യായി സമ്മാൻ വിതരണം ചെയ്തു. എഴുത്തുകാരി മാനസിക് അവാർഡ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു.